നമസ്കാരം. ഇലക്ഷൻ തിയേറ്ററിലേക്ക് സ്വാഗതം. തീപാറും പോരാട്ടത്തിൽ ഇന്ന് നമ്മൾ രാഷ്ട്രീയം പരിശോധിക്കുന്ന മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് മണ്ഡല പുനർനിർണയത്തിന് മുൻപ് ചിറയൻകീഴ് എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലമാണ്. പുനർനിർണയത്തിന് ശേഷം ആറ്റിങ്ങൽ എന്ന് പുനർനാമകരണം ചെയ്ത മണ്ഡലമാണ്. ലോക്സഭാ ചരിത്രം, ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം, ഒപ്പം നിയമസഭ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴും ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ അവിടെ എന്താണ് സംഭവിക്കുക എന്നതുകൂടി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഹൈ പ്രൊഫൈൽ താരങ്ങളെ, പ്രത്യേകിച്ച് ആർ ശങ്കറിനെ പോലെയുള്ള, സുശീല ഗോപാലിനെ പോലെയുള്ളവരുടെ വിജയമറിഞ്ഞ ഒരു മണ്ഡലമാണ് അത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 11 തവണ LDFനെ പിന്തുണച്ച മണ്ഡലമാണ് അത്. 7 തവണ UDFനെ, കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇത്തവണയും LDF വലിയ പ്രതീക്ഷയിലാണ്. കാരണം 4ാം തവണയും ഡോക്ടർ A സമ്പത്ത് അദ്ദേഹത്തെ തന്നെയാണ്, സിറ്റിംഗ് MP തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, UDF ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസം പകരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അടൂർ പ്രകാശാണ്. NDA ക്യാമ്പിൽ നിന്ന് ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. എന്തായാലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്ന നിലയിൽ കൂടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും വിവക്ഷിക്കുന്നത്. അടൂർ പ്രകാശ് 5 തവണ കൂന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും, ആരോപണങ്ങൾ നേരിട്ടപ്പോഴും അതിനെ മറികടന്ന്, അതിനെ വോട്ടാക്കി മാറ്റി നിയമസഭയിലേക്ക് എത്തി എന്നത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായി UDF കേന്ദ്രങ്ങൾ, UDF ക്യാമ്പ് കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് മണ്ഡലം പുനർനിർണയത്തിന് ശേഷം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ 4ാം തവണയാണ് ഡോക്ടർ A സമ്പത്ത്. അദ്ദേഹം മണ്ഡലത്തിൽ സുപരിചിതനാണ്. എപ്പോഴും വിളിപ്പുറത്തുള്ള MP എന്ന ഒരു ഇമേജ് ആ മണ്ഡലത്തിൽ കാത്തു സൂക്ഷിക്കുന്ന MP ആണ്. മറ്റൊന്ന്, പാർലമെന്റിലെ ഇടപെടലുകൾ, ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റ് അനുബന്ധ കാര്യങ്ങളിലൊക്കെ ഏറെ മുന്നിൽ നിന്നു എന്ന് LDF അവകാശപ്പെടുന്ന MP ആണ് അദ്ദേഹം. അത്തരത്തിൽ വലിയ ആശ്വാസമാണ് LDF ഇത്തവണയും ഈ മണ്ഡലം നിലനിർത്താം എന്ന സ്വാഭാവികമായ വിശ്വാസം ഉറപ്പുവരുത്തുന്നുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 6 എണ്ണവും LDFനൊപ്പമാണ് നിൽക്കുന്നത് എങ്കിൽ അരുവിക്കര, ശബരിനാഥൻ ജയിച്ച അരുവിക്കര മാത്രമാണ് UDFന് പിന്തുണ നൽകുന്നത്, UDFനൊപ്പം ഉള്ളത് എന്നതാണ് LDF ക്യാമ്പുകൾക്ക് വലിയ ആശ്വാസം ഇക്കാര്യത്തിൽ നൽകുന്നത്. ഇനി നമുക്ക് മണ്ഡലം തിരിച്ച് ലോക്സഭാ നിയമസഭാ ഫലങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. അതിന്റെ റിസൾട്ട് കൂടി നമുക്ക് കാണാം. നോക്കൂ, 2014 ലോക്സഭാ ഫലം ഇങ്ങനെയാണ്. വോട്ടിംഗ് ശതമാനം 68.69%. അതായത് താരതമ്യേന മികച്ച പോളിംഗ് ആണ്. LDF പാർട്ടി വോട്ടുകൾ ശതമാന കണക്കാണിത്. LDF 3,92,478 വോട്ടാണ് പിടിച്ചത്, അതായത് വോട്ടാണ് നേടിയത്. ശതമാനം കണക്കിൽ നോക്കുകയാണെങ്കിൽ 45.67%. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 45.67% നേടിയത്. UDF 3,23,100 വോട്ടാണ് നേടിയത്, അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 37.6% എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. NDA സംബന്ധിച്ച് 90,000 പ്രത്യേകിച്ച് 1 ലക്ഷത്തിനോട് അടുപ്പിച്ച്, കൃത്യമായി പറഞ്ഞാൽ 90,528 വോട്ട്. അത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 10.53%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ഇവിടെ നേടിയത് 40,000 വോട്ട്. ക്ഷമിക്കണം, അതെ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് 40,000 വോട്ട് മാത്രമാണ് എങ്കിൽ 2014 വരുമ്പോൾ അത് 90,000, അതായത് 1 ലക്ഷത്തിന് അടുപ്പിച്ച വോട്ട് വരികയാണ്. അതുകൊണ്ട് കൂടിയാണ് BJPയെ സംബന്ധിച്ച പ്രതീക്ഷ, ഒരു വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നത്. വോട്ട് കൂടുതൽ നേടാം എന്ന ഒരു പ്രതീക്ഷയൊക്കെ അവിടെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത്. മറ്റ് സാഹചര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. നോക്കൂ, 2014 ലോക്സഭാ ഫലമാണ് ഇത്. ഭൂരിപക്ഷം, ഇത് ഡോക്ടർ A സമ്പത്ത് MPയുടെ ഭൂരിപക്ഷമാണ് ഈ കാണുന്നത്. നോക്കൂ, 69,378 വോട്ടിന്റെ ലീഡിലാണ്, ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ച് പാർലമെന്റിലേക്ക് പോയത് ഈ 2014 തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ ക്രമാനുഗതമായി ഓരോ വർഷവും വലിയ തരത്തിൽ ഭൂരിപക്ഷം കൂടുകയാണ് ആ വോട്ടിംഗ് ശതമാനത്തിൽ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മണ്ഡലം തിരിച്ച് ഈ പാർലമെന്റ് ആറ്റിങ്ങൽ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ഇവയുടെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ കാണാമെന്ന് തോന്നുന്നു. നോക്കൂ, 2016 നിയമസഭാ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വോട്ടിംഗ് ശതമാനം 72.78%. ഏകദേശം നല്ല പോളിംഗ് നടന്ന ഒരു പ്രദേശമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ കൂടിയാണ് ഇനി നമ്മൾ കാണുന്നത്. നോക്കൂ, വർക്കലയിൽ നിന്ന് 9,013 വോട്ടാണ് LDF നേടി ജയിച്ചത്. അത് 2016 ആയപ്പോൾ ഭൂരിപക്ഷം മാത്രമാണ് ഈ കാണുന്നത്. LDF ക്യാൻഡിഡേറ്റിന്റെ
ഭൂരിപക്ഷം മാത്രമാണ് ഈ കാണുന്നത്. 2014 9,013 വോട്ട് നേടിയെങ്കിൽ അത് 2016 വരുമ്പോൾ 2,386 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ്. ആ വർധന ശ്രദ്ധിക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വന്നാൽ 20,955 വോട്ടാണ് നേടിയത്. അത് 2016 40,383 വോട്ടിലേക്ക് അതെത്തി. ഏറ്റവും ശ്രദ്ധേയമായത് ഈ കാണുന്ന ആറ്റിങ്ങൽ മണ്ഡലവും ചിറയൻകീഴ് മണ്ഡലവുമാണ്. ഇത് ചുവന്ന മണ്ണ് എന്ന് തന്നെയാണ് ഈ റിസൾട്ടുകൾ ഏറ്റവും അധികം നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും അധികം വോട്ട് ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് LDF നേടിയിരുന്നത് ആറ്റിങ്ങലിൽ നിന്നും ചിറയൻകീഴിൽ നിന്നുമാണ്. അത് ക്രമാനുഗതമായി ഓരോ വട്ടവും വർദ്ധിക്കുകയാണ്. അവരുടെ കൃത്യമായി പറഞ്ഞാൽ അവരുടെ കൃത്യമായ വോട്ട് ബാങ്ക് ഇതാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആറ്റിങ്ങലും ചിറയൻകീഴുമാണത്. ചിറയൻകീഴിലേക്ക് വന്നാൽ 2014 14,482 വോട്ടാണ് നേടിയത് എങ്കിൽ അത് 2016 വരുമ്പോൾ 14,322 വോട്ടിലേക്ക് എത്തി. നെടുമങ്ങാട് മണ്ഡലത്തിൽ 13,514 വോട്ടാണ് 2014 നേടിയത് എങ്കിൽ 2016 എത്തുമ്പോൾ അത് 3,621 എന്ന നിലയിലാണ്. വോട്ട് ഗണ്യമായി കുറഞ്ഞു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. വാമനപുരം, അരുവിക്കര, കാട്ടാക്കടയാണ്. ഇതിൽ ശ്രദ്ധിക്കുക, വാമനപുരം 2014 5,696 വോട്ടാണ് നേടിയത് എങ്കിൽ 2016 അത് 9,596 വോട്ടിലേക്ക് എത്തി. വലിയ വർധനമാണ്. അരുവിക്കര, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അരുവിക്കര മാത്രമാണ് യഥാർത്ഥത്തിൽ UDFനൊപ്പമുള്ളത് എന്നുള്ളതാണ് വസ്തുത. അത് ശബരിനാഥനാണ് അരുവിക്കര കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. നോക്കൂ, 2014 4,163 വോട്ടാണ് LDFന് നേടാനായത് എങ്കിൽ 2016 UDF അവിടെ ജയിച്ചത് 21,314 വോട്ടിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ എന്നതുകൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ 4,983 വോട്ടാണ് 2016 849 എന്ന കേവലമായ സംഖ്യയിലേക്ക് അത് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിയ തിരിച്ചടി, അതായത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിലുള്ള തിരിച്ചടി കൂടി LDF ഉണ്ട് എന്ന് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് മണ്ഡലം തിരിച്ചുള്ളൊരു സമഗ്രമായ ചിത്രം എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് കാണാം. എന്താണ് പ്രചാരണത്തിന്റെ നിലവിലെ അവസ്ഥ, ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മണ്ഡലത്തിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. സൈഫ് സൈനുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്താണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത്. ആദ്യം ചിറയൻകീഴ് മണ്ഡലമായിരുന്നെങ്കിൽ പിന്നീട് അത് 2008 മണ്ഡല പുനർനിർണയത്തിലൂടെ അത് ആറ്റിങ്ങൽ മണ്ഡലമായി മാറുകയായിരുന്നു. 91 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. അതായത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഒരു ഇടത് കോട്ടയായിട്ട് വേണം ആറ്റിങ്ങൽ മണ്ഡലത്തിനെ വിലയിരുത്താൻ. ഈ തെരഞ്ഞെടുപ്പിലും ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത്. 96 2 വർഷം MP ആയിരിക്കുകയും 2009 2014 തുടർച്ചയായി ആറ്റിങ്ങൽ പ്രതികരിക്കുകയും ചെയ്ത സമ്പത്തിനെ തന്നെയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിലും ആറ്റിങ്ങൽ പിടിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. വയലാർ രവി, അതുപോലെ തന്നെ തലേക്കുന്നിൽ ബഷീർ, റഹീം അടക്കമുള്ളവർ ഈ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് വേരോട്ടമില്ലാത്തൊരു മണ്ഡലമായി നമുക്ക് ആറ്റിങ്ങലിനെ വിലയിരുത്താൻ കഴിയില്ല. ഇത്തവണ എങ്ങനെ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോന്നി MLA ആയ അടൂർ പ്രകാശിനെ ഈ മേഖലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി UDF നിയോഗിച്ചിരിക്കുന്നത്. BJPയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ BJP അതിശക്തമായ വേരോട്ടമുള്ളൊരു മണ്ഡലമായി നമുക്ക് ആറ്റിങ്ങലിനെ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ വിലയിരുത്താൻ കഴിയുകയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 90,000 വോട്ടുകൾ BJP സ്ഥാനാർത്ഥി ഇവിടെ നേടുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാലും ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് 1,37,000 വോട്ട് നേടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്, BJP നേടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെയാണ്, മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെയാണ് BJP ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. 2 UDFന്റെ LDFന്റെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷമാണ് BJPയുടെ സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് വരുന്നത്. എന്നിരുന്നാൽ പോലും പരമാവധി അവരുടെ കൂടെ ഓടിയെത്താൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സൈഫ് സൈനുലാബ്ദീനാണ് അതിന്റെ സമഗ്രമായ മണ്ഡലത്തിന്റെ ഒരു മണ്ഡല ചിത്രം വ്യക്തമാക്കി നൽകിയത്. ഇടവേളയാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്, അതിന്റെ ഒരു രാഷ്ട്രീയ ചിത്രമാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇരു ക്യാമ്പുകൾ എന്താണ് ഇക്കാര്യത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് UDF LDF ക്യാമ്പുകൾ വിജയപ്രതീക്ഷ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. വി ശിവൻകുട്ടി, അദ്ദേഹം CPM നേതാവ്, ഒപ്പം DCC വൈസ് പ്രസിഡന്റ് ജലീൽ മുഹമ്മദ്, ഇവർ രണ്ടുപേരുമാണ് ഇരു ക്യാമ്പുകളുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. കോന്നി പോലുള്ള പിന്നോക്കം നിൽക്കുന്ന ഒരു മലയോര ഗ്രാമത്തെ
കേരളത്തിലെ വൻകിട നഗരങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയതിൽ അടൂർ പ്രകാശ് എന്നുള്ള ജനപ്രതിനിധിയുടെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അടൂർ പ്രകാശിൻ്റെ ദീർഘവീക്ഷണവും വികസന രംഗത്തെ അടൂർ പ്രകാശിൻ്റെ ഭാവനയുമാണ് കോന്നി ഇന്ന് കാണുന്ന ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നത് എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും തർക്കമുണ്ടാകില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വർക്കലയിലും കാട്ടാക്കടയിലും 2 പുതിയ താലൂക്കുകൾ, നെടുമങ്ങാട്ട് പുതിയ റവന്യൂ ജില്ല അടക്കം അനുവദിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. BJP സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ ടേമിൽ 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നയങ്ങൾ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. രണ്ടാമത്തെ വിഷയം വരുന്നത് സമ്പത്ത് എന്നുള്ള വ്യക്തി ഒരു പാർലമെൻറ്റ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് 5 വർഷവും ഉറങ്ങുകയല്ലല്ലോ സമ്പത്ത് ചെയ്ത്. അവിടെ പാർലമെൻറ്റിൽ പോയി ഒപ്പിട്ട ശേഷം പാർലമെൻറ്റിൽ പങ്കെടുക്കാതെയും പാർലമെൻറ്റ് ചർച്ചയിൽ പങ്കെടുക്കാതെയും അവിടെ ഉറക്കം തൂങ്ങി ഇരിക്കുകയല്ലല്ലോ സമ്പത്ത് ചെയ്തത്. സമ്പത്ത് ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ ദേശീയ പ്രശ്നങ്ങളും സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളും വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പാർലമെൻറ്റിൽ നന്നായിട്ട് അവതരിപ്പിക്കുകയും ഇടപെടുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരം വരെ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഇരു ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്ന പൊതുവിലുള്ള പ്രതീക്ഷ. സെയ്ഫ് സൈനുലാബ്ദീൻ മറ്റു വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നൽകും. സെയ്ഫ്, എന്താണ് നിലവിൽ അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നൊരു വിവരം? പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന വലിയ പ്രതീക്ഷ UDF പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ LDF ക്യാമ്പ് അത്രമേൽ ആത്മവിശ്വാസത്തിലുമാണ്. വോട്ടിംഗ് ശതമാനം വലിയ അളവിൽ വർദ്ധിച്ചിട്ടുണ്ട് NDA സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്. ഈ 3 ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ എന്താണ് ഇത്തവണ? അരുൺ, ഈ ഒരു ഇടത് കോട്ടയെ നമ്മൾ ആദ്യം നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഒരു ഇടത് കോട്ടയായിട്ട് വേണം നമ്മൾ ആറ്റിങ്ങലിനെ വിലയിരുത്താൻ. 91 ശേഷം നടന്ന 7 തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി ജയിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സിറ്റിംഗ് MP ആയ സമ്പത്തിനെ തന്നെ CPM രംഗത്തിറങ്ങുന്നു. കഴിഞ്ഞ തവണത്തെ സമ്പത്തിൻ്റെ ഭൂരിപക്ഷം 69,000-ഓളം വോട്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് അദ്ദേഹത്തിന് തന്നെ മറ്റാരെയും പരീക്ഷിക്കാതെ സമ്പത്തിനെ തന്നെ വീണ്ടും രംഗത്തിറക്കാൻ വേണ്ടി ഇടതുമുന്നണിയെ തീരുമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഒരു മേൽക്കൈ നേടി. അതിന് പിന്നാലെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് രംഗപ്രവേശനം ചെയ്യുന്നത്. അതോടുകൂടി മത്സരത്തിൻ്റെ ഒരു രീതി തന്നെ മാറുന്നത് നമുക്ക് മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. കാരണം കോന്നിയിൽ നിന്നാണ് ആറ്റിങ്ങലിലേക്ക് അടൂർ പ്രകാശ് വരുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ പാർട്ടി അണികൾക്കിടയിൽ ഒരു സ്വാധീനം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ 2 UDFൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ വന്ന് അവർ പ്രചരണത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി വരുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാര്യമായ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% വോട്ട്, ഏതാണ്ട് 90,000-ൽ പരം വോട്ട് BJP നേടിയെങ്കിൽ അത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 1,37,000-ഓളം വോട്ടുകൾ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ കൂടി വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ ആദ്യം ഉണ്ടായിൽ നിന്ന് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൊത്തത്തിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി നമുക്കതിനെ വിലയിരുത്തേണ്ടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇടതിന് മേൽക്കൈയുള്ള ഇടത് ജയിക്കും എന്ന്. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് അതിൻ്റെ ഒരു സമഗ്രമായ വിവരം നൽകിയത്. ഇനി മറ്റു സാധ്യതകൾ എന്താണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർക്കല, ശിവഗിരി അടങ്ങുന്ന പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു മേഖലയാണിത്. SNDPക്ക് വലിയ ഭൂരിപക്ഷമുള്ള, ഇഴവ വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ NSS വിഭാഗത്തിനും മറ്റ് വിഭാഗങ്ങൾ കൂടി ഉള്ളതാണ്. പ്രത്യേകിച്ച് നാടാർ വിഭാഗങ്ങൾക്കും ഒപ്പം വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അപ്പോൾ ഇതൊക്കെ വലിയ തരത്തിൽ വോട്ടിംഗ് പാറ്റേണിനെ ഇത്തവണ ബാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയം അടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
മാധ്യമം സീനിയർ കറസ്പോണ്ടന്റ് ബിജു ചന്ദ്രശേഖർ അദ്ദേഹം അതിൻ്റെ ഒരു മറ്റു സമഗ്രമായ സാധ്യത നൽകും. എന്താണ് ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1991 ശേഷമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായും LDF അനുകൂലിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോഴും എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണയും LDF അനുകൂലമായി ഈ മണ്ഡലം മാറും എന്ന് തന്നെയായിരുന്നു. സമ്പത്തിനൊരു ഈസി വാക്ക് ഓവർ എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ പല സ്ഥാനാർത്ഥികളുടെയും പേരുകൾ UDF നിന്നും BJP നിന്നും പലരും സ്ഥാനാർത്ഥികളാകുന്നുള്ള പേരുകൾ മാറി മറിഞ്ഞു. ഒടുവിൽ UDF നിന്ന് വളരെ പരിണിതപ്രജ്ഞനായ അടൂർ പ്രകാശ് എത്തി. അതുപോലെ തന്നെ BJP അവരുടെ ഏറ്റവും കരുത്തുറ്റ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ്റെ മത്സരരംഗത്ത് ഇറക്കിയതോടുകൂടി ആദ്യത്തെ ആ ഒരു പ്രതീക്ഷകളൊക്കെ LDF നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തെ വിലയിരുത്തേണ്ടത്. ഒരുപാട് വിയർക്കേണ്ടി വന്നു സമ്പത്തിന്. ഇപ്പോഴും വിയർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അടൂർ പ്രകാശിൻ്റെ ഒരു മേൽക്കൈ, അടൂർ പ്രകാശിൻ്റെ പ്രചാരണ രംഗത്ത്, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ വൈകിയാണെങ്കിലും ശോഭാ സുരേന്ദ്രനും അതിനോടൊപ്പം എത്തിച്ചേരാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ്. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തം. നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നും ലോക്സഭാ ചിറയൻകീഴ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന് അതിൻ്റേതായ ഒരു രാഷ്ട്രീയം, അതായത് ഒരു ഇടത് ചാഞ്ഞുള്ള ഒരു രാഷ്ട്രീയം എല്ലാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 28 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്. പുതിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമല ഉൾപ്പെടെ, കാരണം തിരുവനന്തപുരം ഉള്ള ഒരു തിരുവനന്തപുരത്ത് BJP ഏറെ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ തിരുവനന്തപുരത്തെ പോലെ തന്നെ BJPക്ക് ശബരിമല വോട്ടുകൾ നിർണായകമാകും എന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ് ആറ്റിങ്ങലും. ആറ്റിങ്ങലിലും BJP കൂടുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ വോട്ട് ആറ്റിങ്ങലിലും മണ്ഡലങ്ങളിലും തങ്ങൾക്ക് അനുകൂലമാകുന്ന അവർ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജാതീയ വോട്ടുകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടുവരുന്ന മിക്ക മണ്ഡലങ്ങൾ പരിശോധിച്ചാലും ജാതീയ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജാതീയ സമവാക്യങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈഴവ നായർ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനം ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. ആ വോട്ടുകൾ, അതായത് ഒരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജാതിയിൽ നിന്നുള്ള ആൾക്കാർ മത്സരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നത്, കാരണം NSS സമദൂരം പറയുന്നുണ്ടെങ്കിലും ശബരിമലയിലെ വിഷയത്തിൽ അനുകൂലമായ തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. അതിനാൽ തന്നെ BJP അവിടെ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ BJP ശക്തമായ കാൻഡിഡേറ്റ്സ് ഒന്നും തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വന്നിട്ടില്ല. ഇത്തവണ അവരുടെ ജനറൽ സെക്രട്ടറി വന്നത് കാരണം എത്ര വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ അടൂർ പ്രകാശിനെ പോലെ, കാരണം ബന്ധുമല ഉൾപ്പെടെയുള്ള ഒരു പ്രമുഖ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് തന്നെ ഇപ്പോൾ ഏത് സ്ഥാനാർത്ഥി വരുന്നു. അത് സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. സമ്പത്തിനെ 4ാം തവണയും ഈ മണ്ഡലം നിലനിർത്തണമെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഇവരുടെ ഈ തങ്ങൾക്ക് അനുകൂലമായ LDFന് അനുകൂലമായ വോട്ടുകൾ മൊത്തം സമാഹരിക്കുന്നതിന് പുറമെ ന്യൂനപക്ഷ പിന്തുണയും കൂടി ആർജിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത്തവണ അദ്ദേഹത്തിന് 4ാം തവണയും വിജയിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം നിലവിൽ.